let's start over here. We are going to learn a new lesson. It is called The Enemy by Pearl S. Buck. When you hear the name Pearl S. Buck, you will think that it's a man, but instead it is a lady. And she is basically from America. But uh, the native place is China. Okay. So we'll discuss a little more about her. Okay. Adon, please don't disturb me. Okay, no problem. Stop it. Okay. So, Pearl S. Buck, her real name, that is a Chinese name, is what do you say? It's Sai Zhenzu. Sai Zhenzu, it is. Okay. And so I'll be sharing this. I'll just present it right now. 1 second, please. Hold on. So this is Pearl S. Buck's details. Pearl Sidenstrika Buck. That is her real name. Okay. And she was born to a missionary family. Okay. And yes, her Chinese name was Sai Zhenzu, was an American writer and novelist. As the daughter of missionaries, Buck spent most of her life before 1934 in Shenzhen, China. The novel The Good Earth was the best-selling fiction book in the United States in 1931 and 1932 and won the Pulitzer Prize in 1932. In 1938, she was awarded the Nobel Prize in Literature for her rich and truly epic descriptions of peasant life in China and for her biographical masterpieces. She was the first American woman to win the Nobel Prize for Literature. ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ അമേരിക്കൻ വുമൺ ആണ് പേൾ എസ് ബക്ക്. സോ ഹെർ സ്റ്റോറീസ്, അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ലെറ്റർ ഫ്രം ബീജിംഗ് എന്ന് പറയുന്നത്, പീക്കിംഗ്, ലെറ്റർ ഫ്രം പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ലെറ്റർ ഫ്രം പീക്കിംഗ് എന്ന് പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. ഒരു അമേരിക്കനും ഒരു ചൈനീസും തമ്മിൽ സ്നേഹത്തിലാവുന്ന ഒരു അമേരിക്കൻ സെയിലറും ഒരു ചൈനീസ് ലേഡിയുമായിട്ട് സ്നേഹത്തിലാവുന്നു. അവർ കല്യാണം കഴിക്കുന്നു. പിന്നെ അമേരിക്കയിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ അമേരിക്കയിൽ നിന്നും ഉള്ള ഒരു ലെറ്റർ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വൈഫിന് തിരിച്ച് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. കൂടുതലായിട്ടും ഈ ഒരു സാധാരണക്കാരുടെ ജീവിതം എടുത്ത് കാണിക്കുന്ന ഒരു ഇതാണ്. ആൻഡ് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ടേമോയിൽസ്, അവരുടെ ഇമോഷൻസ്, അതിനെയാണ് കൂടുതലായിട്ട് അവർ എടുത്തു കാണിച്ചിരുന്നത്. സോ ഷി വാസ് ഇൻ ടു ലേമൻ, അതായത് സാധാരണക്കാരുടെ ജീവിതത്തെ എടുത്തു കാണിക്കാൻ വളരെയേറെ വളരെ ഈസി ആയിട്ടും അതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല. ഷീസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ. Right now, the story that we are going to learn is another short story by Pearl S. Buck called The Enemy, where a Japanese, അപ്പൊ ഏഷ്യൻ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അധികവും പേൾ എസ് ബക്കിന്റെ കഥയിൽ കാണാറുള്ളത്. ഓക്കെ. ആൻഡ് റിലേഷൻഷിപ്പ്, ആ ഒരു അതായത് നമ്മളിപ്പോ ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് നമ്മളൊരു കോൺസെപ്റ്റ്, അതായത് ഈ ഒരു ഫുൾ വേൾഡ് എന്ന് പറയുന്നത് ഒരു വില്ലേജ് ആണ്. അതിൽ താമസിക്കുന്ന വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. വി ആർ നോട്ട് ഡിഫറെന്റ് ഫ്രം ദി അതേഴ്സ് എന്നുള്ള ഒരു ഇതാണ്, കോൺസെപ്റ്റ് ആണ് ഈ ഒരു റൈറ്റർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ. ആൻഡ് ഓവർ ഹിയർ നമ്മൾ അതിൽ തുടക്കത്തിൽ പറയുന്ന പോലെ ഇറ്റ് ഇസ് ദ ടൈം ഓഫ് ദി വേൾഡ് വാറിന്റെ സമയമാണ്. ആൻഡ് ജപ്പാൻ ആൻഡ് അമേരിക്ക ആർ ബദ്ധശത്രുക്കളാണ്. ദേ ആർ ബോൺ enemies. Okay, an American prisoner of war is washed ashore in a dying state and is found at the doorstep of a Japanese doctor. Should he save him as a doctor or hand him over to the army as a patriot? അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിനെ, ആ ഒരു അമേരിക്കൻ സോൾജറിനെ രക്ഷിക്കണമോ, അല്ലെങ്കിൽ ഒരു പാട്രിയറ്റ്, അതായത് ദേശത്തോട് സ്നേഹമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ആർമിയെ ഏൽപ്പിക്കണം? ഇതാണ്
ചോദ്യം. വാട്ട് വിൽ യു ഡു ഇൻ സച്ച് എ സിറ്റുവേഷൻ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, വാട്ട് വിൽ യു ഡു ഇൻ സച്ച് എ സിറ്റുവേഷൻ? നിങ്ങൾ എന്ത് ചെയ്യും? വിൽ യു ഹാൻഡ് ദാറ്റ് പേഴ്സൺ? ഇപ്പൊ ഒരു പാകിസ്ഥാനി ആണെങ്കിൽ, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾ പാകിസ്ഥാനി ഒരു സോൾജർ നിങ്ങളെ വീട്ടുപടിക്കൽ വന്ന് വീഴുകയാണ്, ബാഡ്ലി വൂണ്ടഡ് ആണ്. ആൻഡ് ബീങ് എ ഡോക്ടർ, വാട്ട് വിൽ യു ഡു എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ, ബീങ് എ ഡോക്ടർ, സി അത് നിങ്ങളിപ്പോ എങ്ങനെ കൊന്നു കൈ കൊടുക്കും അല്ലെങ്കിൽ ആർമിക്ക് ഏൽപ്പിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷെ നിങ്ങളൊരു ഡോക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് യു ഇസ് ടു സേവ് ദാറ്റ് സോൾ, അല്ലെ? സാധാരണ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരു 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 നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയോടുള്ള കൂറായിരിക്കും കൂടുതൽ. ഓക്കെ, ഓക്കെ, എഞ്ചിനീയർ ആയിക്കോട്ടെ. അപ്പൊ ഒരു പാകിസ്ഥാനി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീഴാൻ പോകുന്നു, ഇതിനൊക്കെ രക്ഷിക്കാനുള്ള ഒരു അവസരമുണ്ട്, അപ്പൊ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരും. ഓക്കെ, ബീങ് ആൻ എഞ്ചിനീയർ, വാട്ട് വിൽ യു ഡു? സോ ഇറ്റ്സ് to do your duty properly and show the ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലൂടെ നിങ്ങളുടെ ഇമാജിനേഷൻ ഒന്ന് എടുക്കുക പുറത്തേക്ക്. ബാങ്ക് മാനേജർ, ഓക്കെ, നിങ്ങൾ ബാങ്ക് മാനേജർ. അപ്പൊ നിങ്ങളൊരു പാകിസ്ഥാനി നിങ്ങളെ ബാങ്കിലേക്ക് വരും, എന്നിട്ട് പറയുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം, എനിക്ക് എന്റെ ജീവൻ പോകാൻ വരെ ചാൻസ് ഉള്ളൊരു സ്ഥിതിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? സിറ്റുവേഷൻ അതെ. ഓക്കെ, നിങ്ങളിങ്ങനെ തുടങ്ങിയ മതി, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റോപ്പ് ദ ഡിസ്കഷൻ. Okay, so let's start. So if a situation provides like this, what സദാവ് ഹോക്കി എന്നാണ്, ഡോക്ടർ സദാവ് ഹോക്കി എന്നാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പേര്, ജാപ്പനീസ് ഡോക്ടറിന്റെ പേര്. ഓക്കെ, ഡോക്ടർ സദാവ് ഹോക്കി's house was built on a spot of the Japanese coast where as a little boy he had often played. The low square stone house was set upon rocks well above a narrow beach that was outlined with bent pines. വളരെ പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഡോക്ടർ സദാവ് ഹോക്കിയുടെ വീടുണ്ടായിരുന്നത്. ആൻഡ് ഹി ഡിഡ്ന്റ് ബിൽഡ് ദാറ്റ്, ഹിസ് ഫാദർ ബിൽഡ് ഇറ്റ്. ഇറ്റ്സ് ഹിസ് ആൻസെസ്ട്രൽ ഹൗസ്. ഓക്കെ, അപ്പം വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഡോക്ടർ സദാവ് ഹോക്കിയുടെ വീടുള്ളത്. ആൻഡ് കോസ്റ്റ് ലൈനിനോട് ചേർന്നിട്ടാണ്, അതായത് ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. ഓക്കെ, was built on a spot on the Japanese coast where as a little boy he had often played. Okay, the low square stone house was set upon rocks well above a narrow beach that was outlined with bent pines. അപ്പൊ അതിന് തൊട്ട് ചുറ്റുമായിട്ട് ബെന്റ്, അതായത് വളഞ്ഞു നിൽക്കുന്ന പൈൻ മരങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് വെച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ അച്ഛൻ വീട് വെച്ചിരുന്നത്. As a boy, Sadao had climbed the pines, supporting himself on his bare feet, as he had seen men do in the South Seas when they climbed for coconuts. അപ്പൊ മരത്തിലൊക്കെ ചാടി കയറുന്ന, സാധാരണ നമ്മളെല്ലാവരുടെയും ചെറുപ്പത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഇവിടെ കുഞ്ഞുകയറ്റക്കാരൊക്കെ കയറുന്ന കാണില്ലേ, അതായത് കാല് വെച്ച് സാധാരണ ബെയർ ഫീറ്റ് വെച്ചിട്ടാണ് മരങ്ങളൊക്കെ കയറുന്നത്. അതുപോലെ തന്നെ ചാടി കയറിയിരുന്ന, അതായത് ജീവിതം വളരെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയ, കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ഒരു യൗവനവും അതോടൊപ്പം തന്നെ കുട്ടിക്കാലവുമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ, so his childhood was really nice. His father had taken him often to the islands of those seas, and never had he failed to say to the little brave boy at his side. So സൗത്ത് സീയിലൊക്കെ പോകുന്ന സമയത്ത് കൂടെ അച്ഛനും ഉണ്ടാവും. ആൻഡ് അച്ഛൻ സ്ഥിരമായിട്ട് മകന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, those islands yonder, they are the stepping stones to the future for Japan. ആ ഐലൻഡ്സ് കാണുന്നുണ്ടോ, അവിടെ കാണുന്ന അവിടെ നിൽക്കുന്ന ഐലൻഡ്സ്, അതാണ് യോണ്ടർ എന്നതിന്റെ അർത്ഥം. ഓക്കെ, അതായത് അറ്റ് സം ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന ആ സ്ഥലത്തേക്കുള്ള ആ ഡയറക്ഷനിലുള്ള കുറച്ച് ദൂരം, അവിടെ ലോ ലവിഡെ എന്ന് പറയത്തില്ല,
അതേ സംഭവം തന്നെയാണ്. ഓക്കെ, യോണ്ടർ ഇത് ആർക്കൈക്കാണ്, അതായത് ഇപ്പൊ അധികം യൂസിലില്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് യൂസ്ഡ് നൗ ഏരീസ് ദാറ്റ് വേർഡ്. അതെ അതെ, ആർക്കിപെലാഗോ എന്ന് പറയുന്ന സംഭവമാണ്. കുറെ ഐലൻഡ്സ് ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ഐലൻഡ്സ് ആർ ഫോംഡ് ബൈ വോൾക്കനോസ്. വോൾക്കനോസ് കാരണം ഉണ്ടായിരിക്കുന്ന ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ദർ വിൽ ബി എർത്ത് ഓവർ ദർ. അതുകൊണ്ടാണ് ഹൈ റൈസ് ബിൽഡിങ്സ്, അവർ വീടൊക്കെ എങ്ങനെയാണ്, നമ്മളിവിടെ എങ്ങനെയാണ് വീട് കിട്ടുന്നത്, 2ഉം 3ഉം 4 വീടാണ് കിട്ടുന്നത്. ഭ്രാന്തന്മാർ അത് 7ഉം 8ഉം നില വീട്. ഓക്കെ, അങ്ങനെ അത് അതുപോലെ അതുപോലെയല്ല അവിടെ വീടുകൾ. വീടുകളെല്ലാം എന്താ പറയാ, വിസ്തീർണം കൂടുതലായിരിക്കും. ഓക്കെ, ദേ വിൽ ഹാവ്, അവർ പരന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണ് അവർ ഷോർട്ട് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഷോർട്ട് ആയിട്ടുള്ള ലോ സ്ക്വയർ സ്റ്റോൺ ഹൗസ് ആണ് അവരത്. അവിടെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ അവിടെ എർത്ത് ക്വേക്സ് നടക്കാറുണ്ട്. കാരണം ദിസ് ഇസ് എ ഐലൻഡ് വിച്ച് വാസ് ഫോംഡ് ബൈ വോൾക്കനോസ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ അത്രയും എർത്ത് ക്വേക്സ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, സുനാമിയൊക്കെ, സുനാമി എന്ന് പറയുന്ന വാക്ക് തന്നെ അവരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്. കാരണം സുനാമി സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന വ്യക്തികളാണ് അവർ. സോ ദോസ് ഐലൻഡ്സ് യോണ്ടർ, ദേ ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ദ ഫ്യൂച്ചർ ഫോർ ജപ്പാൻ എന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ പറയാറുള്ളത്. അപ്പം സദാവോ എന്നുള്ള ആ ഒരു ചെറിയ കൊച്ചിന്റെ സംശയം എന്ന് പറയുന്നത്, where shall we step from them? അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോകും എന്നുള്ളതാണ് സദാവോയുടെ ചോദ്യം. സോ ഹി വാസ് ഫ്രം ദ ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ് ഹി വാസ് എ ഫോർവേഡ് തിങ്കിങ് പേഴ്സൺ. അതായത് മുൻപോട്ടേക്ക്, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ പോകും എന്നുള്ള ചോദ്യമാണ്. ഫ്രം there where will we go? Who knows? His father had answered. Who can limit our future? It depends on what we make it. നമ്മളെ ഫ്യൂച്ചറിനെ നമുക്ക് ഒരു കാലത്ത് മറക്കാൻ പറ്റത്തില്ല. നമ്മളെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സംഭവമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി മേക്ക് ഇറ്റ്. നമ്മൾ എങ്ങനെ അതിനെ ഉണ്ടാക്കി തീർക്കുന്നുവോ അതനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നാണ് സദാവുടെ അച്ഛൻ, അച്ഛൻ സദാവ് പറയുന്നത്. ഓക്കെ, ഹു ക്യാൻ ലിമിറ്റ് അവർ ഫ്യൂച്ചർ? നമ്മുടെ ഫ്യൂച്ചറിനെ ആർക്കും തടയിടാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വി മേക്ക് ഇറ്റ്. നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഫ്യൂച്ചറും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ അദ്ദേഹത്തിന്റെ മകനെ ഒരു വലിയ ഡോക്ടർ ആക്കാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ട് വാട്ട് ഹി ഡിഡ് ഇസ് ഹി സെന്റ് ഹിം ടു അമേരിക്ക. ഓക്കെ, Sadao had taken this into his mind as he did everything his father said. His father, who never joked or played with him, but who spent infinite pains upon him, who was his only son. അപ്പൊ ആകെ ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. സദാവ് എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പണിച്ചക്കാരനായ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം തമാശയോ അല്ലെ കളിച്ചിരിയോ ഒന്നുമില്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള, നേരെ വാ നേരെ പോ എന്നുള്ള രീതിയായിരുന്നു മകനോട് ഉണ്ടായിരുന്നത്. ആൻഡ് ബട്ട് ഹി ടുക്ക് ലോട്ട് ഓഫ് പെയിൻ ടു ബ്രിങ് അപ്പ് ദിസ് ബോയ്. അദ്ദേഹം മകന് വേണ്ടി കുറേയേറെ കഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. സദാവ് ന്യൂ ദാറ്റ് ഹിസ് എഡ്യൂക്കേഷൻ വാസ് ഹിസ് ഫാദേഴ്സ് ചീഫ് കൺസേൺ. അപ്പൊ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത്, അച്ഛന്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സദാവുടെ പഠിപ്പായിരുന്നു. For this reason, he had been sent at 22 to America to learn all that could be learned of surgery and medicine. അവിടെ ഡോക്ടർ ആക്കാൻ വേണ്ടി 22 വയസ്സായപ്പോൾ അമേരിക്കയിലേക്ക് സദാവിനെ പറഞ്ഞയക്കുകയാണ്. He was sent at the age of 22 to America and he returned after 8 years. He had come back at 30 and before his father died, he had seen Sadao become famous, not only as a surgeon, but as a scientist. So his father had a very peaceful death. He was content in his life because contented in his life in a way because he was able to see his son become a very famous doctor. Not only a doctor, but a scientist too. So Sadao, when he returned, he was a learned man. He was a physician and he became a doctor, but he also contributed into something new, creating something new also. He had come back at 30 and before his father died, he had seen Sadao become famous, not only as a surgeon, but as a scientist.
because he was perfecting a discovery which would render wounds entirely clean. So he was doing something new. He was finding out something new, a new way in order to clean the wounds, which will make the wounds very clean. Okay. He was perfecting that. So he was a scientist too. Okay. He had not been sent abroad with the troops. So because of this, because he was a scientist and he was trying to perfect something, he was not sent across along with the troops. It was World War at that time. Okay, when the story is happening, it was World War II, and Japan was waging war with America. Okay, അമേരിക്കയുമായിട്ട് അവർ യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. ഓക്കെ, അമേരിക്കൻ ട്രൂപ്സുമായിട്ട്. സോ ജപ്പാൻ എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് എന്തുകൊണ്ടാണ് ശത്രുത എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദേ വെർ എൻക്രോച്ചിങ് ഇൻ ടു ദർ പ്ലേസസ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. സോ ദാറ്റ്സ് വൈ ദേ ഹാഡ് ഓൾസോ ആ ഒരു അവർ തമ്മിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സീല് ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുള്ള കാരണങ്ങളൊക്കെയാണ് പ്രത്യേകിച്ചും ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ബദ്ധശത്രുതയ്ക്ക് ഉണ്ടായിരുന്ന മെയിൻ റീസൺ എന്ന് വരെ പറയാറുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് ബൈ ദ വേ. അങ്ങനെയായിരുന്നു ഇപ്പം പറയുന്നു ആൾക്കാർ. ഓക്കെ, so because he was perfecting a discovery which would render wounds entirely clean, he had not been sent abroad with the troops. അത് മാത്രമായിരുന്നില്ല ഒരു റീസൺ. There was another reason also. Also, he knew there was some slight danger that the old general might need an operation for a condition for which he was now being treated medically. And for this possibility, Sadao was being kept in Japan. ആ ഒരൊറ്റ കാരണം കൊണ്ടും മാത്രമായിരിക്കാം ചിലപ്പോൾ സദാവിനെ ജപ്പാനിൽ തന്നെ തുടരാൻ അനുവദിച്ചത്. ബീങ് എ ഡോക്ടർ, ബിക്കോസ് ഹിസ് സർവീസ് വാസ് മോർ നീഡഡ് ഇൻ ദ ഫീൽഡ് വേർ ദ വാർ വാസ് ബീങ് റീച്ച്ഡ്. ഓക്കെ, വാർ എവിടെയാണോ നടക്കുന്നത് അവിടെയാണ് ആ ഒരു ഡോക്ടറിന്റെ ആവശ്യമുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ പോലും ഡോക്ടറെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാതെ ജപ്പാനിൽ തന്നെ വെച്ചിരിക്കുന്നതിന്റെ രണ്ട് റീസൺസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് സദാവോ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കാര്യത്തെ കുറിച്ച്. അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി പൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അവിടെ ഒരു ജനറൽ ഉണ്ടായിരുന്നു, ഒരു ജപ്പാനിലുള്ള ഓൾഡ് ആയിട്ടുള്ള ഒരു ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് എപ്പം വേണമെങ്കിലും ഒരു ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത്, ആ ഒരു സ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജപ്പാനിൽ തന്നെ തുടരാൻ അനുവദിച്ചത്. സോ ജനറലിന് ഏതൊരു സമയവും ആ ഡോക്ടറിന്റെ സേവനം ആവശ്യമായിട്ട് വരും. ആൻഡ് ഹി ഈസ് എ വെരി ഗുഡ് ഡോക്ടർ ടു, ഹി ഈസ് എ വെരി ഗുഡ് സർജൻ. സദാവോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സർജൻ ആയിട്ടും പേര് എടുത്തിരുന്ന വ്യക്തിയാണ്. നോട്ട് ഓൺലി സർജൻ, ഹി വാസ് ഓൾസോ എ സയന്റിസ്റ്റ്. സോ ആ ഒരു കാരണത്താൽ മാത്രമാണ് അദ്ദേഹത്തിനെ അവിടെ വെച്ചിരിക്കുന്നത്, ജപ്പാനിൽ തുടരാൻ അനുവദിച്ചിരിക്കുന്നത്. സോ ഈ ടു റീസൺസ്, because of these two reasons, he was allowed to stay in Japan itself, and he was not along with the army. Clouds were rising from the ocean now. Unexpected warmth of the past few days had a night drawn heavy fog from the cold waves. അപ്പം കുറച്ച് ദിവസത്തെ കുറച്ച് ചൂട് നിലനിന്നത് കൊണ്ട് തന്നെ ഈ ഒരു രാത്രി, ഇറ്റ്സ് എ നൈറ്റ്, ഓക്കെ, ആ ഒരു രാത്രി വളരെ ഫോഗി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. ഹെവി ആയിട്ടുള്ള ഫോഗ് ഉണ്ടായിരുന്നു. ആ കോൾഡ് വേവ്സിന്റെ മുകളിൽ ഫോഗ് ക്രിയേറ്റ് ചെയ്ത് കുറച്ചൊന്ന് ഇരുണ്ട ഒരു അവസ്ഥയായിരുന്നു. ഓക്കെ, സദാവ് വാച്ച്ഡ് മിസ് ഹൈഡ് ഔട്ട്ലൈൻസ് ഓഫ് എ ലിറ്റിൽ ഐലൻഡ് നിയർ ദ ഷോ ആൻഡ് ദെൻ കം ക്രീപ്പിംഗ് അപ്പ് ദ ബീച്ച് ബിലോ ദ ഹൗസ്, ബ്രീതിങ് അറൌണ്ട് ദ പൈൻസ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ആ ഒരു മിസ്റ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മഞ്ഞിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്ത് നിന്ന് ഇങ്ങനെ മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്ന സമയത്ത് കുറച്ച് അകലെ നിൽക്കുന്ന ഒരു ഐലൻഡിനെ മറച്ചുകൊണ്ടാണ് വരുന്നത്. ആൻഡ് ദെൻ ഇറ്റ് കംസ് ക്രീപ്പിംഗ് അപ്പ് ദ ബീച്ച്. അപ്പൊ ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പതിയെ ഇങ്ങനെ മൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് മെന്റ് ബൈ റീഡിങ്? എൻഗൾഫിങ് ഓർ കവറിങ്, സറൗണ്ടിങ് ഓർ എൻസർക്കിളിങ് സംതിങ്. അപ്പൊ പൈൻ മരങ്ങളെല്ലാം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ആ മിസ്റ്റ് ഇങ്ങനെ കയറി വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In a few minutes, fog would be wrapped around about the house too.
Then he would go into the room where Hannah, his wife, would be waiting for him. ഹാനയാണ്, ഹാന, നമ്മുടെ ഹന്നയല്ല, അത് ഹാനയാണ്. ഓക്കെ, ഇറ്റ്സ് ഹാന. ഓക്കെ, നമ്മളത് ഹന്നയല്ലേ, നമ്മളെ കൂടെയുള്ളത് ഹന്നയാണ്, ഇറ്റ്സ് ഹാന. ഓക്കെ, then he would go into the room where Hannah, his wife would be waiting for him with the two children. അത് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. നമ്മുടെ ഹന്നയ്ക്ക് രണ്ടെണ്ണുണ്ട്, അവിടെ ആകെ ഒരു ഒറ്റ എണ്ണയുണ്ട്. ഓക്കെ, അത് ഹാനയാണ്, ഹാന. Okay, then he would go into the room where Hannah, his wife, would be waiting for him with the two children. അപ്പം കല്യാണം കഴിച്ചു, സദാവ് കല്യാണം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹാന എന്നാണ് വൈഫിന്റെ പേര്, രണ്ട് മക്കളും ഉണ്ട്. ഓക്കെ, സോ he was married for a long time. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. രണ്ട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കുറെ കാലമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞതാണെന്നുള്ളത് നമുക്ക് വിചാരിക്കാം. അപ്പോ കൂടുതലായിട്ട് മഞ്ഞ് കൂടി വരുന്ന സമയത്ത് പുള്ളി ആ ഒരു വരാന്തയിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ വീടിന്റെ അകത്തേക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുകയാണ് എന്നാണ്. ഓക്കെ, ആ ക്ലെയർ എവിടെ പോയി? ക്ലെയർ ഉണ്ട് ഇവിടെ, ക്ലെയർ വന്നിട്ടില്ല തോന്നുന്നല്ലേ. ക്ലെയർ ഇസ് നോട്ട് ദർ. Yes. Then he would go into the room where Hannah, his wife, would be waiting for him with the two children. Okay. But at this moment, the door opened. And പക്ഷെ ആ സമയത്ത് എന്താണ്, ബാക്കിൽ നിന്ന് ഡോർ ഓപ്പൺ ആയി. She looked out, a dark blue woolen howry over her kimono. അപ്പൊ ഹൗറി എന്താണ്, കിമോണോ എന്താണ്? കിമോണോ നമുക്ക് എല്ലാവർക്കും അറിയാം, ജാപ്പനീസ് ട്രഡീഷണൽ വെയർ ആണ് കിമോണോ എന്ന് പറഞ്ഞാല്. ഹൗറി എന്താണ്? ഒരു ജാക്കറ്റ് പോലത്തെ സാധനമാണ്. ഐ വിൽ ഷോ യു. ഓക്കെ, ആ സീറ്റ് പറഞ്ഞു പുറകിരിക്കുന്നല്ലേ സാറേ? ഒരു സീറ്റ് പോലെ സാധനം പുറകിരിക്കുന്നല്ലേ? അല്ലല്ല, ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്. നമ്മൾ ഓവർകോട്ട് എന്നൊക്കെ പറയത്തില്ലേ, ഓവർകോട്ട് പോലത്തെ ഒരു സാധനമാണ്. ഇതാണ് ഹൗറി എന്ന് പറയുന്നത്. ഓക്കെ, കിമോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ്, ഇറ്റ് വിൽ കം. ഓക്കെ, ഇതാണ് കിമോണോ. ആ പെണ്ണല്ല, ആ ഡ്രസ്സാണ് കേട്ടോ. ഇത് തന്നെയാ സാർ ഞാൻ പറഞ്ഞത്. ഇത് കിമോണോ, ഇതാണ് കിമോണോ. കിമോണോ എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ്, ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സാണ്. കാരണം ജാപ്പനീസുകാർ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജാപ്പനീസ് കൾച്ചറിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും നമ്മൾ ധൃതിയിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ നടക്കുന്നത് പോലും, കാല് നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, സാധാരണ എങ്ങനെ നടക്കുന്നത്, നമ്മൾ നല്ല രീതിയിൽ അകത്തി വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ, കാല് നീട്ടി വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. സോ അവരെ വിശ്വാസം അനുസരിച്ചിട്ട് അങ്ങനെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ their സ്റ്റെപ്സ്, അവരുടെ സ്റ്റെപ്സ് എങ്ങനെയാണ്, ചെറുതായിട്ട് ഇങ്ങനെ മൂവിയാണ് ചെയ്യാറ്. അതായത് ഒരു ഗ്രേസ്ഫുൾ രീതിയിൽ നടക്കണം എന്നാണ് അവര് പറയുന്നത്. എല്ലാം ജീവിതത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് ഗ്രേസ്ഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് അതൊക്കെ അതല്ല സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവും. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഗ്രേസ്ഫുൾ ആയിരിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് വാക്കിംഗ് അവരുടെ കേർട്ടയിൽ ചെയ്യും, പ്രത്യേകിച്ചും സ്ത്രീകളുടെ. ഓക്കെ, സ്ത്രീകളുടെ ഇതിലാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് കിമോണോ എന്ന് പറയുന്ന ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഒരുവിധ ആൾക്കാരെല്ലാം വേറെ. ഓക്കെ, ഈവൻ അവർ ഓഫീസിൽ പോകുന്ന സമയത്ത് വരെ കിമോണോ ഡ്രസ്സ് ധരിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത്. ഈ ഒരു ഡ്രസ്സിന് മുകളിൽ ധരിക്കുന്നതാണ് ഹൗറി എന്ന് പറയുന്നത്. അതൊരു ജാക്കറ്റ് പോലെയാണ്. ഓക്കെ, കുറെ കാലം എടുക്കുക നടക്കുമ്പോഴത്തേക്ക്. ഹൗറി എന്ന് പറയുന്ന ഡ്രസ് ഇതാണ്. അപ്പോ അതിന് മുകളിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റാണ് ശരിക്കും, കിമോണോയ്ക്ക് മുകളിൽ ഉപയോഗിക്കുന്ന ജാക്കറ്റാണ്. കാരണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വൂളൻ, നമ്മളിപ്പം എന്താണ്, ഇപ്പം നമ്മളെ ഡ്രസ്സിന്റെ മുകളിൽ നമ്മൾ സ്വെറ്റർ ഒക്കെ ഇടുന്നില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. വെൻ ഇറ്റ് ഇസ് കോൾഡ് and only they wear this. Okay, ട്രഡീഷണൽ പല കാര്യങ്ങളും ട്രഡീഷണലി ചെയ്യുന്ന, ട്രഡീഷനെ കൂടുതൽ അടുപ്പിച്ചു വെക്കുന്ന വ്യക്തികളാണ് ജപ്പാനീസുകാർ. അവർക്ക് ഈവൻ ചായ കുടിക്കാൻ ഒരു രീതിയുണ്ട്. ഓരോ കാര്യത്തിനും അവരുടേതായിട്ടുള്ള ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഈവൻ ദോ ദേ ആർ വെൽ അഡ്വാൻസ്ഡ്, രണ്ടും ട്രഡീഷനെയും കൾച്ചറിനെയും അതോടൊപ്പം തന്നെ ടെക്നോളജിയെയും അടുത്ത് പിടിക്കുന്ന വ്യക്തികളാണ് ജാപ്പനീസ്. സോ ഈ ഒരു കഥയൊക്കെ അതിന്റെ കൂടെ ഒരു പിൻബലമുണ്ട്. സോ there are several things that binds this story.
ഈ ഒരു സ്റ്റോറിയുടെ ക്രക്സ് എന്ന് പറയുന്നത് അതിലെല്ലാം തന്നെയാണ്. ദാറ്റ്സ് വൈ ഇങ്ങനത്തെ കുറെ ഇമേജസ് റൈറ്റർ ഡെലിബറേറ്റ്ലി ഈ കഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് അദ്ദേഹത്തിന്റെ വൈഫ് കയറി വരുന്നു എന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ അവരുടെ ഡ്രസ്സിനെയൊക്കെ വിസ്തരിച്ച് അവരുടെ ഡ്രസ്സ് എന്താണ്, അവരുടെ വീട് എങ്ങനെയാണ് എന്നൊക്കെ ഈ ഒരു റൈറ്റർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഹി ഈസ് എ ഡോക്ടർ, ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഡോക്ടറാണ്. അദ്ദേഹത്തിന് നല്ല വീട്ടിൽ താമസിക്കാം, അദ്ദേഹത്തിന്റെ ആൻസിസ്ട്രൽ ഹൗസിൽ താമസിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ബിൽഡ് വെൽ ഒരു മോഡേൺ വീട് വേണമെങ്കിൽ അദ്ദേഹത്തിന് കെട്ടാമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹം ആൻസിസ്ട്രൽ ഹൗസിൽ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് പീപ്പിൾ ഇൻ ജപ്പാൻ ആർ ബേസിക്കലി ഇൻക്ലൈൻ ടുവേർഡ്സ് കൾച്ചർ. അവരുടെ കൾച്ചർ വിട്ടിട്ടുള്ള വേറൊരു പരിപാടിയില്ല അവർക്ക്. Understood. Even though they are technologically well advanced, they take they are proud. They are proud people. They are proud of their culture and tradition. എന്നാണ് പറയുന്നത്. Okay, that is what the novelist or the writer is trying to tell us. Okay, so but at this moment the door opened and she looked out a dark blue woolen haori over her kimono. She was wearing a haori over her kimono. She came to him affectionately and put her arm through his as he stood, smiled and said nothing. അപ്പം വളരെ സ്നേഹത്തോടു കൂടി ഭർത്താവിന്റെ അടുത്തേക്ക് വന്നു. ഭർത്താവിന്റെ കൈയുടെ ഇടയിൽ കൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് അവിടെ ചിരിച്ചുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അതെ അതെ, സ്നേഹമാണ് ഭർത്താവിനോടും. അത് അവിടെ വേറൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റർ. റൈറ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 2 മക്കളുണ്ടെന്ന് പറയാം, 2 ചിൽഡ്രൻ ഉണ്ട്. അപ്പൊ എന്തായാലും അവിടെ എന്താണ്, കല്യാണം കഴിച്ച് കുറച്ച് കാലമായി എന്നുള്ളത് വന്നു. സാധാരണ കല്യാണം കഴിച്ച് കുറച്ച് കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചെറിയ സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാറ് അല്ലേ? പക്ഷെ ഇവരുടെ ഇടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇവിടെ നമുക്ക് ആ റൈറ്റർ കാണിച്ചു തരുന്നത്. ഓക്കെ, she came to him affectionately and put her arm through his as he stood, smiled and said nothing. He had met Hannah in America. അമേരിക്കയിൽ വെച്ചിട്ടാണ് ഹനയെ പരിചയപ്പെടുന്നത്. But he had waited to fall in love with her until he was sure she was Japanese. അമേരിക്കയിൽ വെച്ചാണ് കണ്ടതെങ്കിൽ പോലും അവളുമായിട്ട് സ്നേഹത്തിലാവാനായിട്ട് കുറച്ച് താമസമെടുത്തു. ബിക്കോസ് ഹി വാണ്ടഡ് ടു, സദാവിന് മനസ്സിലാക്കണമായിരുന്നു അവര് ശരിക്കും ജാപ്പനീസുകാരി തന്നെയാണോ എന്നുള്ളത്. എന്നിട്ടാണ് അദ്ദേഹം അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നാണ് പറഞ്ഞത്. ബട്ട് ഹി ഹാഡ് വെയിറ്റഡ് ടു fall in love with her until he was sure she was Japanese. അവിടെയൊക്കെ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ഹി വാസ് റൂട്ടിങ്, അല്ലെങ്കിൽ സിവിയർലി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരുടെ ട്രഡീഷനിൽ വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു സദാവ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ഹിസ് ഫാദർ. ഹിസ് ഫാദർ വുഡ് നെവർ ഹാവ് റിസീവ്ഡ് ഹർ അൺലെസ് ഷി ഹാഡ് ബീൻ പ്യുവർ ഇൻ ഹർ റേസ്. ഗോട്ട് ദ പോയിന്റ് ഓൾ ഓഫ് യു? ആ ഒരു ഇതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു കാലത്തും ഈ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് സമ്മതിക്കില്ലായിരുന്നു. ഇഫ് ഷി വാസൻ ഓഫ് ദ പ്യുവർ റേസ്, ആ പ്യുവർ ആയിട്ടുള്ള ജപ്പാനീസ് എന്ന് പറയുന്ന, അല്ലാണ്ട് സങ്കര ഇനം പോലും അല്ല, ജാപ്പനീസ് എന്ന് പറയുന്ന അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഒരു കൊച്ചാണ് ഹന എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. കാരണം അവന്റെ അച്ഛൻ തന്നെയായിരുന്നു. ഹിസ് ഫാദർ വുഡ് നെവർ ഹാവ് റിസീവ്ഡ് ഹർ അൺലെസ് ഷി ഹാഡ് ബീൻ പ്യുവർ ഇൻ ഹർ റേസ്. ഹി വണ്ടേർഡ് ഓഫൻ whom he would have married if he had not met Hannah, and by what luck he had found her in the most casual way. അപ്പൊ പുള്ളി ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എപ്പോൾ, ഹനയെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ വേറെ ആരെയായിരുന്നു ഞാൻ കല്യാണം കഴിക്കുകയായിരുന്നു. ആൻഡ് ഹനയെ പരിചയപ്പെട്ടത് എന്ന് പറയുന്നത് ഭയങ്കര ലക്ക് തന്നെ. എന്തോ ഒരു ലക്ക് കൊണ്ടാണ്, ഒരു കാഷ്വൽ ആയിട്ടുള്ള വേയിലാണ് ഹനയെ പരിചയപ്പെടുന്നത്. ബൈ ചാൻസ്, ലിറ്ററലി ബൈ ചാൻസ് ആണ് ഹനയെ പരിചയപ്പെടുന്നത്. അറ്റ് ആൻ അമേരിക്കൻ പ്രൊഫസേഴ്സ് ഹൗസ്. അമേരിക്കയിൽ പഠിക്കുന്ന സമയത്ത്, അമേരിക്കയിൽ പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു പ്രൊഫസറുടെ വീട്ടിൽ വെച്ചാണ് ഹനയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. The professor and his wife had been kind people, anxious to do something for their few foreign students
and the students, though bored, had accepted his kindness. അപ്പം ഇങ്ങനെ കൾച്ചറിനെയും ട്രഡീഷനെയും ഒക്കെ അടുപ്പിച്ച് പിടിക്കുന്ന വ്യക്തികൾ മറ്റൊരു രാജ്യത്ത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറാണ് അമേരിക്ക എന്ന് പറയുന്നത്, വെസ്റ്റേൺ കൾച്ചറാണ്. അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ദേ വിൽ ബി ഏലിയനേറ്റഡ്, ശരിക്കും ഏലിയനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മളെ ഈ ട്രഡീഷനും ഇതേപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ വെസ്റ്റേൺ കൾച്ചറിനെ പറ്റി ഒന്നും നമുക്ക് അറിയത്തില്ല. വി ആർ ഇൻ ടു അവർ ട്രഡീഷൻസ്, നമ്മളെ ട്രഡീഷനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ്. പെട്ടെന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിപ്പെടാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോവുകയാണ്. ഗൾഫ് കൺട്രിയിലോ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അറിയില്ല. നമ്മൾ ഇവിടെ എന്താണ്, നമുക്ക് തോന്നിയ പോലെയാണ് നമ്മൾ നടക്കുന്നത്, അല്ലെ? വി ആർ ഫ്രീ. നമ്മളെ സ്വന്തം രാജ്യത്ത് നമ്മൾ ഫ്രീ ആണ്. ഉണ്ട്, അത് ശരിയാണ്, നമ്മൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നീ ആലോചിച്ച് നോക്കുക. ഓക്കെ, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളൊരു വ്യക്തി, നിങ്ങൾക്ക് അങ്ങനെ അധികം അറിയുന്ന ആൾക്കാരൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഗൾഫ് കൺട്രീസിൽ ഇവിടത്തേക്കാൾ ഡിഫറെന്റ് ആണ് അവിടുത്തെ കൾച്ചർ, അവിടുത്തെ നിയമങ്ങൾ എല്ലാം തന്നെ. ഫോർ എക്സാമ്പിൾ സിംഗപ്പൂരിലേക്ക് എത്തുക നിങ്ങൾ വിചാരിക്കും, സിംഗപ്പൂരിൽ പോവാം, നമുക്കിവിടെ കാർക്കിച്ച് തുപ്പാം, റോഡ് സൈഡിൽ സൂസു ആക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലേ? പക്ഷെ നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ പേപ്പർ വലിച്ചറിയാം. പക്ഷെ നേരെ മറിച്ച് സിംഗപ്പൂരിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടാണ് ഇവിടെ ആൾക്കാർ ചെയ്യാത്തത്? ഫൈൻ ഉണ്ട്, ഫൈന് പണ്ടേ ഉണ്ട്. നമുക്ക് പൊതു സ്ഥലത്ത് തുപ്പാൻ പാടില്ല, പൊതു സ്ഥലത്ത് മിസ്സാക്കാൻ പറ്റില്ല. ഇതൊക്കെ പണ്ടേ ഫൈൻ ഉണ്ട്. ആരാ പറഞ്ഞ ഫൈൻ ഇല്ലാന്ന്? പണ്ടേ ഫൈൻ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഫൈൻ ഉണ്ട്, അതറിയാമോ? ബ്രിട്ടീഷുകാരുടെ ഇത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന പല നിയമങ്ങളും. അപ്പോൾ ഇതിനൊക്കെ ഫൈൻസ് ഉണ്ട്, പക്ഷേ അത് നടപ്പിലാക്കുന്നില്ല. അപ്പൊ നമ്മൾ ഫ്രീ ആണ്. വി ആർ ഫ്രീ ടു ഡു വാട്ട് എവർ വി വാണ്ട്. ഓക്കെ. പക്ഷെ സിംഗപ്പൂരിൽ അങ്ങനെയല്ല. സിംഗപ്പൂരിൽ എത്തുമ്പോൾ അവർ ഫ്രീഡം ഈസ് കർട്ടെയിൽഡ്. അത് നമ്മൾ ബോധവാന്മാരാകും. ഈ വിൽ ബി നമ്മൾ അവിടെ ഇറങ്ങുന്ന സമയത്ത്, പ്ലെയിൻ ഇറങ്ങുന്ന സമയം, കാരണം ഇതിന് അപ്പോഴേ നമ്മുടെ അടുത്ത് ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവിടെ എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അവിടെ എങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. നമ്മൾ വേറൊരു രാജ്യത്താണ്. നമ്മൾ ഇവിടുന്ന് പ്ലെയിന് കയറുന്നത് വരെ നമ്മൾക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഫീലിംഗ് വരാൻ തുടങ്ങും. അയ്യോ, പുതിയൊരു രാജ്യത്തേക്ക് പോവുകയാണ്, പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, പുതിയൊരു കൾച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് ആവലാതിയാണ്. So we will try to find like-minded people over there. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അതുപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരയുകയാണ് ചെയ്യുന്നത്. ബട്ട് ആഹാ, ഒരാൾ കയറി വരുന്നുണ്ട്, ഇപ്പോഴാ എണീറ്റെന്നാ തോന്നുന്നത്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മളപ്പോ ഓൾറെഡി നമ്മൾ ഏലിയനേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഫസ്റ്റ് ഫ്യൂ വീക്സ് നമ്മൾ വേറൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് ശരിക്കും. കാരണം നമുക്ക് പരിചയമുള്ള ഒരു മുഖവും ഇല്ല, നമുക്ക് പരിചയമുള്ള സ്ഥലമല്ല. നമ്മൾ അത്രയും കാലം 32 അല്ല ഏകദേശം ഒരു 22 വർഷം നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ താമസിക്കുന്നത് തന്നെ വേറെ സ്ഥലം. അപ്പൊ വി വിൽ ഫീൽ ഏലിയനേറ്റഡ്, വി വിൽ ടോട്ടലി ഫീൽ ഏലിയനേറ്റഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഏലിയനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ പ്രൊഫസർ, വാട്ട് ഹി ഡിഡ് ഈസ് ഹി യൂഷ്വലി യൂസ് ടു കോൾ പീപ്പിൾ, ഹിസ് സ്റ്റുഡൻസ് ടു ഹിസ് ഹൗസ്. ഒരു ഫ്രണ്ട്ലി ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കുട്ടികൾക്ക് അത് വളരെ ബോറിംഗ് ആണ്. കൂടുതലായിട്ടും ഈ ഫോറിൻ ആയിട്ടുള്ള കുട്ടികളെയാണ് പുള്ളി അദ്ദേഹത്തിന്റെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എന്താണ് പറയുക, എക്ലമറ്റൈസേഷൻ എന്ന് പറയും. ആ ഒരു വേർഡ് ആണ് എക്ലമറ്റൈസേഷൻ എന്ന് പറയും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആർട്ടിക്കിലേക്കോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലേക്കോ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്തെ പരിചയപ്പെടാനായിട്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഒന്ന് നമ്മൾ നടക്കാനൊക്കെ ഒന്ന് ഇറങ്ങി ചുറ്റിക്കണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് എന്നൊക്കെ പരിചയപ്പെടാനായിട്ട് നമ്മൾ കുറച്ച് ദിവസം എടുക്കും, അല്ലേ? നമ്മൾ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ നടക്കും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഈ മീന് വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ മീനിനെ ഒരു ടാങ്കിൽ നിന്ന് മറ്റൊരു ടാങ്കിലേക്ക് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, ഹാവ് യു നോട്ടിസ്ഡ്,
അവർ പെട്ടെന്ന് തന്നെ മീനിനെ എടുത്ത് മറ്റേ വെള്ളത്തിലേക്ക് ഇടത്തില്ല. They will put it in a bag and they will place this bag in the water first. മറ്റേ ടാങ്കിലുള്ള വെള്ളത്തിൽ കുറച്ചു നേരം കൊണ്ടുവയ്ക്കും. അതിനുശേഷമാണ് അവരതിനെ തുറന്നു വിടുന്നത്. വൈ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് പ്രശ്നമാവും. നേരെ വെള്ളം മാറിക്കഴിഞ്ഞാൽ അവർക്ക് പ്രോബ്ലം ഉണ്ടാവും. ഡെഡ് ആകും, മരിച്ചു, ചത്തുവും. അത് കാരണം എന്താണ്? എക്ലമറ്റൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. യു ഹാവ് ടു എക്ലമറ്റൈസ് ദാറ്റ് ഫിഷ്. പുതിയൊരു എൻവയൺമെന്റിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത്, ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ടാങ്ക് ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം നിറയ്ക്കുന്ന സമയത്ത്, അത്രയും കാലം അത് ജീവിച്ചിരുന്ന വെള്ളം മാറ്റി പിന്നെ വേറൊരു പുതിയ ഒരു മീഡിയമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ മീഡിയവുമായിട്ട്, ആ വെള്ളവുമായിട്ട് അതിന് പൊരുത്തപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ ഒരു പൊരുത്തപ്പെടലാണ് എക്ലമറ്റൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ ഈ ഫോറിൻ സ്റ്റുഡൻസിനെയൊക്കെ വിളിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഓരോ പ്രൊഫസേഴ്സിനെ അവരെ അസൈൻ ചെയ്യും. ഈ ഫോറിൻ സ്റ്റുഡൻസിനെ അവരെ ഫീൽ അറ്റ് ഹോം ആക്കാനായിട്ട്, എക്ലമറ്റൈസ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യും? ആ കുട്ടികളെ അവരെ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചറിയും. അതൊക്കെയാണ് സാധാരണ നടക്കുന്നത്. പക്ഷേ ദാറ്റ് ഈസ് എ ബോറിംഗ് തിങ് ഫോർ ദം. ബോറടിപ്പിക്കുന്ന കാര്യമാണെന്നാണ് സദാവ് പറയുന്നത്. ഓക്കെ. സോ ബട്ട് വാട്ട് ഹി ഫെൽറ്റ് വാസ് ഹി മെറ്റ് ഹെന ഓവർ ദേ. അങ്ങനെ ഒരു എക്ലമറ്റൈസേഷൻ സെഷനിലാണ് ഹെനയെ പരിചയപ്പെടുന്നത്, ഫ്രം അമേരിക്ക. Okay. Sadao had often told Hannah how nearly he had not gone to Professor Harley's house that night. കുറേ പ്രാവശ്യം പറയായിരുന്നു. കാരണം ഭയങ്കര ബോറിംഗ് ആണ് ആ സെഷൻസ് ഒക്കെ. കാരണം പേസ്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് പറയുക, യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിരുന്നത്. ബിക്കോസ് ഹി വാസ് ഫോഴ്സ്ഡ് ടു ഡു, ദ പ്രൊഫസർ ഹാർലി വാസ് ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. അത് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന ഒരു ഇതായതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ഒരു ചടങ്ങ് പോലെ നടത്തിയിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ അധികവും ആ ഒരു സെഷൻസിലൊന്നും പോകാറുണ്ടായിരുന്നില്ല. അപ്പോ ഹനയോട് പറയുമായിരുന്നു സദാവ്, എങ്ങനെ ഞാൻ അതിൽ ആ ഒരു രാത്രി ഹനയുമായി പരിചയപ്പെട്ടിരുന്ന ആ രാത്രി അദ്ദേഹം പോകണ്ട എന്ന് തീരുമാനിച്ചായിരുന്നു. ബിക്കോസ് വൈ വാസ് ദാറ്റ് സോ? ബിക്കോസ് ദ റൂംസ് they were very, എന്താണ് വളരെ ഇടുങ്ങിയ റൂമും. കാരണം ക്വാർട്ടേഴ്സ് ആയിരുന്നു. ദ പ്രൊഫസർ വാസ് ഗിവൺ ക്വാർട്ടേഴ്സ് ബൈ ദ യൂണിവേഴ്സിറ്റി. സോ ഓൾ ദീസ് തിങ്സ്, എന്താണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ they were not allowed a big house ഒന്നും അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. And the rooms were so small, the food so bad, the professor's wife so voluble. ഈ എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു he didn't like to go over there. ഓക്കെ. വോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാറ്റർ ബോക്സ്. നമ്മൾ ഇവിടെ ചാറ്റർ ബോക്സ് എന്ന് പറയുന്നില്ല, സ്ഥിരമായിട്ട് ഇങ്ങനെ വളകളകളകളകളകളകളകളന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലേഡി ആയിരുന്നു പ്രൊഫസറിന്റെ വൈഫ്. അത് വായാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ പോകാനായിട്ട്. പക്ഷെ അന്ന് രാത്രി അദ്ദേഹം അവിടെ പോയി. എന്തെന്നറിയില്ല, അദ്ദേഹത്തിന് പോകാൻ തോന്നി. അങ്ങനെ പോയി അവിടെ വെച്ചാണ് ഹനയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിലാണ് ഹനയെ പരിചയപ്പെടുന്നത്. പക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം അവൾ പ്യുവർ ആയിട്ടുള്ള ഒരു ജാപ്പനീസ് റേസുകാരിയാണെന്ന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ബട്ട് ഹി ഹാഡ് ഗോൺ ആൻഡ് there he found Hannah, a new student, and had felt he would love her if it were at all possible. അങ്ങനെയാണ് അവിടെ വെച്ച് ഹനയെ പരിചയപ്പെടുന്നു. ഹന ജാപ്പനീസുകാരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം അവളെ പ്രേമിക്കാൻ തുടങ്ങി. സോ ഓൾ ദീസ് തിങ്സ് ജസ്റ്റ് എന്താണ് ഒരു ട്രഡീഷനെ കൂടുതൽ അടുത്ത് പിടിക്കുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പലതും ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മളിവിടെയൊക്കെ എങ്ങനെയാണ് പ്രേമത്തിലാവുക അല്ലെങ്കിൽ സ്നേഹത്തിൽ fall in love എന്ന് പറയുന്നത്, നമ്മൾ അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ റേസോ അല്ലെങ്കിൽ അവരുടെ സ്റ്റേച്ചറോ ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മളിവിടെ. പക്ഷെ ജാപ്പനീസുകാർ ഈവൻ സ്നേഹത്തിലാവുന്നത് പോലും അവരുടെ then his wife, അതെ, അദ്ദേഹത്തിന്റെ വൈഫാണ്. കയറി സംസാരിക്കരുത്, അതാ. കണ്ടില്ല മൂക്കില്ല, അതെ, കണ്ടില്ല മൂക്കില്ല. അവിടെ ഒരുത്തി നടു കയറി വന്നിട്ട് then his wife എന്ന്. വൈഫാണിത്, ഹന എന്ന് പറയുന്നത് വൈഫാണ്, നീ നേരത്തെ വരണമായിരുന്നു, വേറെ നേരത്തെ വരണമായിരുന്നു. അപ്പോ
ഹന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വൈഫായി മാറിയത് അങ്ങനെയാണ്. ബിക്കോസ് ഫസ്റ്റ് ഹി മേഡ് ഷുവർ ദാറ്റ് ഷി വാസ് ഓഫ് പ്യുവർ ജാപ്പനീസ് ബ്ലഡ്. ഓക്കെ, Claire, stop it. Okay. But he had gone and there he had found Hannah, a new student, and had felt he would love her if it were at all possible. അപ്പൊ അവളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കടമ്പകളൊക്കെ ഉണ്ടായിരുന്നു. ആ കടമ്പകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് ശരിയായി മനസ്സിലാക്കി, അതായത് ജാപ്പനീസുകാരിയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവളെ പ്രേമിക്കാൻ പറയുന്നത്. Now he felt her hand on his arm and was aware of the pleasure it gave him, even though they had been married years enough to have the 2 children. അതാണ് റൈറ്റർ പിന്നെയും പറയാണ്. ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റർ പറയുന്നത്. കുറെ കാലമായി കല്യാണം കഴിച്ചു, 2 കുട്ടികളും ഉണ്ട്. കുറെ കാലമായി കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളും ഉണ്ട്. ഇത്രയും കാലമായിട്ട് പോലും അവളുടെ സ്പർശം എന്ന് പറയുന്നത് അവന്റെ ഉള്ളില് എന്തോ ഒരു വികാരം ഉളവാക്കുന്നു എന്നുള്ളതാണ്. Now he felt a hand on his arm and was aware of the pleasure it gave him, even though they had been married years enough to have 2 children. കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി, എന്നിട്ട് പോലും അവന് അവളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. So they had not married heedlessly in America. Heedlessly, വെറുതെ അങ്ങ് കല്യാണം കഴിച്ചതല്ല, മുൻപോട്ടേക്ക് ചിന്തിച്ചിട്ട് എല്ലാം ഉറച്ചതിന് ശേഷം റിസ്ക് എടുത്ത് കല്യാണം കഴിച്ചതല്ല. In a way that does not give attention to a risk or possible difficulty. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവര് കല്യാണം കഴിച്ചത്. അല്ലാതെ തോന്നിയ പോലെ കയറി അങ്ങ് കല്യാണം കഴിച്ചത്. അമേരിക്കയിൽ അറിയാമല്ലോ, തോന്നിയ പോലെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. നിങ്ങളിപ്പോ ഇങ്ങനെ നടന്നു പോവുകയാണ്, നടന്നു പോകുന്ന സമയത്ത് ലാസ് വേഗാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, കുറേയേറെ ഇതേപോലെ എന്താണ് പറയാ, ഈ റോഡ് സൈഡിൽ കുറേയേറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. രാത്രി എത്ര സമയമായാലും നിങ്ങൾ കയറി അവിടെ പോയി കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചു തരും. നിങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയില് പല സ്ഥലങ്ങളുണ്ട് അങ്ങനെ. ലാസ് വേഗാസിൽ, യെസ് ഇറ്റ് ഇസ് ട്രൂ, ജസ്റ്റ് സെർച്ച് ഇൻ ദ നെറ്റ്. നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലം കാണുന്നത് ചേർച്ച് പോലെ, ചേർച്ച് അല്ല ശരിക്കും, ചേർച്ച് അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തോ പറയും ശരിക്കും. ആൻഡ് നിങ്ങൾക്ക് കയറി ചെന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കയറി ചെന്നിട്ട് അവിടെയുള്ള ആളെടുത്ത് പറയണമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കണം, അവരപ്പം നിങ്ങൾ കല്യാണം കഴിപ്പിച്ചേക്കും. ദേ വിൽ രജിസ്റ്റർ ഇറ്റ് എവറിഥിങ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അങ്ങനെ ഹീഡ്ലെസ്ലി തോന്നിയ പോലെ അവർ കല്യാണം കഴിച്ചതല്ല, എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം അതിന്റെ മുറയ്ക്ക് തന്നെയാണ് കല്യാണം കഴിച്ചത്. They had finished their work at school and had come home to Japan. Yes, I do പറഞ്ഞാൽ മാത്രം മതി അവിടെ. അത് ഈവൻ കുറേയേറെ സിനിമകളിലെല്ലാം അത് കാണിക്കുന്നുണ്ട്. വെസ്റ്റേൺ മൂവീസിലെല്ലാം ആ ഒരു കൾച്ചർ അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് പിന്നെ വേറൊരു കാര്യം, ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവര് ഡിവോഴ്സ് ആവും, അവർ മാറും. അത് ഏതൊരു കൈറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, കൈറ്റ്സ്. ഗേൾ ഫ്രണ്ട് മതി, കല്യാണം കഴിക്കണ്ട. അല്ലല്ല, ഗ്രീൻ കാർഡ് കിട്ടണം, കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു സിറ്റിസൺ നിങ്ങളെ കല്യാണം, അതിന് വേണ്ടി തന്നെ ഇതുണ്ട്. ഏതോ ഒരു സിനിമയിലുണ്ട്, ഏതൊരു 2 കൺട്രീസിൽ അത് തന്നെ, അതെ 2 കൺട്രീസിലുണ്ട്. കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഋതിക് റോഷന്റെ ഒരു സിനിമയുണ്ട്, കൈറ്റ്സ് എന്ന് പറയുന്നത്, അതിലുണ്ട്. അപ്പോ അതേപോലെ നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടാനായിട്ട് അവിടെയുള്ള ഒരു സിറ്റിസന്റെ കല്യാണം കഴിയും, അവരതിന് പൈസ മേടിക്കും. നമ്മുടെ ദുൽഖർ സൽമാന്റെ ഏതൊരു സിനിമയിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, എനിക്കറിയില്ല, എനിക്ക് സംശയമുണ്ട്. അപ്പൊ പൈസ ചോദിക്കും അവര് അതിന്, പെർമനന്റ് റെസിഡൻസ് കിട്ടാനായിട്ട് അവരതിന് പൈസ മേടിക്കും. എന്നിട്ട് അവര് കല്യാണം കഴിക്കും, പക്ഷെ കൂടെ താമസിക്കൊന്നുമില്ല, അതായിരിക്കും. ആൻഡ് കുറച്ച് ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവോഴ്സ്. ആ സമയത്ത് അവർക്ക് ഒരു തുക കൊടുത്താൽ മാത്രം മതി. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ അവരങ്ങനെയല്ല, അങ്ങനെയായിരുന്നില്ല. അവര് വളരെ ആലോചിച്ച് ഫ്യൂച്ചറിനെ കുറിച്ചും അതിന്റെ റിസ്കുകളെ കുറിച്ചും എല്ലാം ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവര് കല്യാണം കഴിച്ചത്. They had finished their work at school. അതുവരെ അവർ കല്യാണം കഴിച്ചില്ല. And had come home to Japan. And when his father had seen her, the marriage had been arranged in the old Japanese way. അങ്ങനെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. അപ്പം അതുവരെ അവരവിടുന്ന് പ്രേമിച്ച് നടന്നു. അതിനുശേഷം അവിടെ വർക്കെല്ലാം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം അവർ തിരിച്ചു വീട്ടിൽ വന്നു, അച്ഛന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അച്ഛൻ സമ്മതിച്ചതിന് ശേഷമാണ് അവരുടെ കല്യാണം
ഓൾഡ് ജാപ്പനീസ് വേയിലാണ് കല്യാണം നടക്കുന്നത്. ഓക്കെ, ഓൾദോ സദാവ് ആൻഡ് ഹന ഹാഡ് ടോക്ഡ് എവരിതിങ് ഓവർ ബിഫോർ ഹാൻഡ്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഹനയും സദാവും എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നു. ഓക്കെ, സോ എവറിഥിങ് വാസ് ഡൺ അക്കോർഡിംഗ് ടു കൾച്ചർ ആൻഡ് ട്രഡീഷൻ. അത് വീട്ടിലുള്ള ഒരു പരിപാടി, ജാപ്പനീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള പേട്രിയോട്ടിസം ആണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിനോടും അദ്ദേഹത്തിന്റെ റേസിനോടും അദ്ദേഹത്തിന്റെ കൾച്ചറിനോടും അദ്ദേഹത്തിന്റെ ട്രഡീഷനോടും അദ്ദേഹത്തിനുള്ള വിചാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള എന്താണ് പറയാ, കമ്മിറ്റ്മെന്റ് ആണത് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഓദർ നമുക്ക് പറഞ്ഞു തരുന്നത് അതാണ്. ആ ഒരു ഓൾഡ് ജാപ്പനീസ് വേ, ജപ്പാൻ, നിപ്പോൺ എന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. അത് അച്ഛനിൽ നിന്നും പകർന്നു വന്നതാണ് അദ്ദേഹത്തിന്. ആൻഡ് അദ്ദേഹത്തിന്റെ വൈഫും അതേപോലെ തന്നെയാണ്. ഷീ ഓൾസോ വാസ് ദ സെയിം. ഷീ വാസ് ഓൾസോ സിമിലർ. ഷീ ഓൾസോ വാസ് ബിലീവിംഗ് ഇൻ ട്രഡീഷൻ, ഇൻ ജപ്പാനീസ്. ഓക്കെ, they were perfectly happy. She laid her cheek against his arm. അങ്ങനെ അതെല്ലാം അതുകൊണ്ട് they were perfectly happy. അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലേക്കാണ് ഒരു എൻട്രി ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് അറ്റ് ദിസ് മൊമെന്റ് that both of them saw something black coming out of them. അപ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് ഒരു കറുത്ത രൂപം, അവരുടെ മുമ്പിൽ, നേരെ മുമ്പിൽ ബീച്ചിലാണ് അത് നടക്കുന്നത്. ഇവര് ഒരു മലയ്ക്ക് മുകളിലാണ്. ആൻഡ് അവിടെ നിന്ന് അവർ കാണുക, ഈ ഒരു സുന്ദരമായ സുരഭിലമായ നിമിഷത്തിലാണ് ബ്ലാക്ക് ഫിഗർ, ബ്ലാക്ക് സംതിങ് കമ്മിങ് ഔട്ട് ഓഫ് ദ കോടമന്റെ ഇടയിൽ നിന്നും ഒരു കറുത്ത രൂപം അവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. ഇറ്റ് വാസ് എ മാൻ. അതൊരു മനുഷ്യനായി. We will stop over there. Okay, and we will continue in the next class. അപ്പൊ അത് ആരാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് ഇതേ സമയം ഇതേ സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം. Okay, so thank you very much all of you. Have a nice day. Stay healthy, stay safe. Okay.